ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ്. മെറ്റൽസ് എന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ അയൺ നെയിൽസ്, കോപ്പർ വയേഴ്സ്, ബാംഗിൾസ്, യൂട്ടൻസിൽസ്, സിസേഴ്സ്, ഇതൊക്കെ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒബ്ജക്റ്റ്സ് ആണ്. ഇതൊക്കെ ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒബ്ജക്റ്റ് ആണോ? അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒബ്ജക്റ്റ്സ് ആണ്. ഓരോ മെറ്റലിനും അതിൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. All the objects in the nature are made up of different type of substance. These substances are formed from different elements. Aren't you familiar with the arrangement of elements in the periodical table? Try to list from the periodical table some of the elements that are familiar to you. ഹൈഡ്രജൻ, അയൺ, ഗോൾഡ്, കോപ്പർ, സിൽവർ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള എലമെൻറ്റ്സ് ആണ്. യു മേ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ സം യൂസസ് ഓഫ് മെറ്റൽ വെൻ യു ഒബ്സർവ് ദ പിക്ചർ given at the beginning. Don't you think that these uses are possible due to the certain special property of metal? ഹെഡിങ്ങിൻ്റെ താഴെ കൊടുത്ത പിക്ചറിലെ മെറ്റലിൻ്റെ യൂസസ് നമ്മൾ കണ്ടു. ഇതൊക്കെ അതിൻ്റെ പ്രത്യേക പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ്. How do you know whether an object is made of metal? നമ്മൾ മെറ്റലിനെ എങ്ങനെയാണ് തിരിച്ചറിയുക? ബൈ ടെസ്റ്റിംഗ് ഇറ്റ്സ് ഹാർഡ്നെസ്. അതിൻ്റെ ഹാർഡ്നെസ് നോക്കിയിട്ട് മനസ്സിലാക്കും. ബൈ ഹീറ്റിംഗ്, ചൂടാക്കി നോക്കിയിട്ട് മനസ്സിലാക്കും. ബൈ ടെസ്റ്റിംഗ് ഇറ്റ്സ് സൗണ്ട്, അതിൻ്റെ സൗണ്ട് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കും. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ്. Which of the characteristics of metal are you familiar with? The table given below lists some metals. Complete the table by listing their characteristics as well as the object which make use of those characteristics. Metal, gold. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ലസ്ട്രസ് ആണ്. പിന്നെ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ. ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ തിളക്കമുള്ളതാണ്. റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ, തുരുമ്പ് പിടിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കോപ്പർ, ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ലസ്ട്രസ്. ഹീറ്റിനെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നതും തുരുമ്പ് പിടിക്കാത്തതുമാണ്. നമ്മളത് ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. അയൺ ഹാർഡ്, ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹാർഡായിട്ടുള്ളതും ചൂടിനെ നന്നായിട്ട് കടത്തി വിടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഹാർഡായതുകൊണ്ട് തന്നെ നമ്മളത് വെപ്പൺസ് മേക്ക് ചെയ്യാനായി യൂസ് ചെയ്യും. അലൂമിനിയം ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റീൻ്റെ നല്ലൊരു കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. Metals can be beaten into thin sheet by hammering. This property is known as malleability. മെറ്റൽസിനെ നമുക്ക് അടിച്ചിട്ട് തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് മാലിബിലിറ്റി എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അലൂമിനിയം ഫോയിൽസ്, ചോക്ലേറ്റ് റാപ്സ്, ഇതൊക്കെ മെറ്റലിനെ തിൻ ഷീറ്റാക്കി മാറ്റിയതാണ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് മാലിബിലിറ്റി. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. ഏറ്റവും കൂടുതൽ മാലിയബിൾ ആയിട്ടുള്ള മെറ്റലാണ് ഗോൾഡ്. മെറ്റൽസിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? മെറ്റൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫൈൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. മെറ്റലിന് നമുക്ക് ഫൈൻ വയേഴ്സ് ആയിട്ട് വലിച്ചു നീട്ടാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. അവിടെ ഒരു സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. 1 gram ഓഫ് ഗോൾഡ് ക്യാൻ ബി ബീറ്റൻ ഇൻ ടു ഷീറ്റ്സ് with an area of about 6.7 square feet and can be drawn into a wire of about 2 kilometers in length. 1 gram ഗോൾഡിനെ നമുക്ക് 6.7 സ്ക്വയർ ഫീറ്റിൽ അടിച്ച് പരത്താൻ വേണ്ടി പറ്റും. 1 gram സ്വർണം 2 കിലോമീറ്ററിലുള്ള വയേഴ്സ് ആക്കി മാറ്റാനും പറ്റും. The filament of electric bulb are made of fine wires of tungsten. Tungsten can be drawn into fine wires, hence it is used to make the filament. ഫിലമെൻറ്റ് ബൾബിലെ ഫിലമെൻറ്റ് കണ്ടിട്ടുണ്ടാവും. അത് ടെങ്സ്റ്റൻ എന്ന മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ടെങ്സ്റ്റൻ നമുക്ക് ഫൈൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. പ്ലാറ്റിനം ഈസ് ദ മോസ്റ്റ് ഡക്റ്റിൽ മെറ്റൽ. ഏറ്റവും കൂടുതൽ ഡക്റ്റിൽ ആയിട്ടുള്ള മെറ്റൽ പ്ലാറ്റിനമാണ്. യു മേ ഹാവ് സീൻ മെറ്റൽ ലൈക്ക് കോപ്പർ, ഗോൾഡ് എക്സെട്ര ബീങ് യൂസ്ഡ് ആസ് തിൻ ഫൈൻ വയേഴ്സ്. ദിസ് ഈസ് ഡ്യൂ ടു their high ductility.
ഹാർഡ്നെസ് ഈസ് യെറ്റ് അനദർ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ. മെറ്റലിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഹാർഡ്നെസ്. മെറ്റൽസ് ഹാർഡായിരിക്കും. ഹൗവർ ദേ ആർ ക്വൈറ്റ് എ ഫ്യൂ മെറ്റൽ വിച്ച് ആർ സോഫ്റ്റ്. എല്ലാ മെറ്റൽസും ഹാർഡല്ല, സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റൽസ് ഉണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ഒരു കത്തി കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റൽസ് ആണ്. The surface newly formed when metal are cut has a shining appearance. This property is known as metallic luster. നമ്മൾ മെറ്റൽ കൊണ്ട് മെയ്ഡ് ചെയ്ത ഒരു പുതിയ ഒബ്ജക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് നല്ല തിളക്കമുണ്ടാവും. ആ തിളക്കത്തിനാണ് മെറ്റാലിക് ലെസ്റ്റർ എന്ന് വിളിക്കുന്നത്. മെറ്റാലിക് വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ കുക്കിംഗ്. വിച്ച് മെറ്റൽ ആർ കോമൺലി യൂസ്ഡ് ടു മേക്ക് യൂട്ടൻസിൽസ്? പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? അലൂമിനിയം യൂസ് ചെയ്തിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കും. അതേപോലെ അയൺ യൂസ് ചെയ്തിട്ടും പാത്രങ്ങൾ ഉണ്ടാക്കും. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ മെയ്ഡ് യൂസ് ഓഫ് ഇൻ ദിസ് കേസ്? യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയണും അലൂമിനിയവും യൂസ് ചെയ്യുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ അയണും അലൂമിനിയവും യൂസ് ചെയ്യുന്നത്? നന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ? ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ചൂട് കടത്തി വിടുന്നത് കൊണ്ടാണ്. മെറ്റൽസ് ആർ തെർമൽ കണ്ടക്ടേഴ്സ്. മെറ്റൽസ് തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. ദി എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് തെർമൽ കണ്ടക്ടിവിറ്റി. ഹീറ്റിനെ കടത്തി വിടുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി. സിൽവർ ഈസ് ദ ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. മെറ്റൽസിൽ ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ സിൽവർ ആണ്. അലൂമിനിയം, കോപ്പർ എക്സെട്ര. All metals are conductors of electricity. The ability of a substance to let electricity pass through it is known as electrical conductivity. ഒരു സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതിനാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സിൽവർ ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് മെറ്റൽ. മെറ്റലിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കണ്ടക്ട് ചെയ്യുന്നത് സിൽവർ ആണ്. കോപ്പർ ആൻഡ് അലൂമിനിയം ആർ ഓൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കോപ്പറും അലൂമിനിയവും നല്ല കണ്ടക്ടേഴ്സ് ആണ്. സ്റ്റിൽ ദ ഇലക്ട്രിക്കൽ വയേഴ്സ് ഇൻ അവർ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ. കോപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ വീട്ടിലെ ഇലക്ട്രിക് വയേഴ്സ് ഒക്കെ മെയ്ഡ് ചെയ്തത്. The electric wires that we see on electric post outside our house are made of aluminum. അലൂമിനിയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുറത്തുള്ള ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. The ability of metal to produce sound when tapped with a hard material is known as sonority. മെറ്റൽസിന് നമ്മൾ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് അടിക്കുമ്പം സൗണ്ട് വരും. ആ സൗണ്ടിനെയാണ് സോണോരിറ്റി എന്ന് പറയുക. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റലിൻ്റെ എബിലിറ്റിയാണ് സോണോരിറ്റി. മെറ്റൽസ് ജനറലി മെൽറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. നല്ല ടെമ്പറേച്ചറിലാണ്, കൂടിയ ടെമ്പറേച്ചറിലാണ് മെറ്റൽ മെൽറ്റ് ആവുക. ഹൗവർ മെറ്റൽ ലൈക്ക് ഗാലിയം, സീസിയം ആൻഡ് മെർക്കുറി മെൽറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. മെർക്കുറിയും സീസിയവും ഗാലിയവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ മെൽറ്റ് ആവും. മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ ലോ ഡെൻസിറ്റി മെറ്റൽസ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം കുറഞ്ഞ ഡെൻസിറ്റിയുള്ള മെറ്റൽസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. Solid substance can be melted into liquid. We know that ice melt to form water, and if this water is heated, it transforms into vapor. It is thus possible to bring about changes in the state of any solid substance. The temperature at which a solid changes into liquid is called its melting point, and that at which a liquid boils and changes into gas is called its boiling point. ഒരു സോളിഡ് ലിക്വിഡ് ആവാൻ എടുക്കുന്ന ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിന്റ്. ഒരു ലിക്വിഡ് ഗ്യാസ് ആവാൻ എടുക്കുന്ന ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ്. അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് യൂസും അടുത്ത ഭാഗത്ത് അതിൻ്റെ പ്രോപ്പർട്ടിയുമാണ്. ടു മേക്ക് ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? നന്നായിട്ട് കറണ്ട് കടത്തി വിടണം. ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ആയിരിക്കും. ടു മേക്ക് അലൂമിനിയം ഫോയിൽ ടു റാപ്പ് ഫുഡ് മെറ്റീരിയൽസ്.
ക്യാൻ ബി ബീറ്റൻ ഇൻ ടു തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റണം. ടു മേക്ക് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തെർമൽ കണ്ടക്ടിവിറ്റി, ചൂടിനെ നന്നായിട്ട് കടത്തിവിടണം. നോൺ കൊറോസീവ് ആയിരിക്കണം, തുരുമ്പ് പിടിക്കാത്തതായിരിക്കണം. ടു മേക്ക് ഫാമിംഗ് ടൂൾസ്, കൃഷി ചെയ്യാനുള്ള ഉപകരണങ്ങൾ അതിൻ്റെ ഹാർഡ്നെസ് ഉണ്ടായിരിക്കണം. ടു മേക്ക് ബെൽസ് യൂസ് ഇൻ പ്ലേസ് ഓഫ് വർഷിപ്പ്, ബെൽസ് ഉണ്ടാക്കുമ്പോൾ അതിന് നന്നായിട്ട് സൗണ്ട് വേണം, സോണോരിറ്റി. Alloys. An alloy is a solid solution which is a homogeneous mixture of two or more metal. Compared to metal, alloy possesses better strength and resistance to corrosion. More than 90% of metal are used in the form of their alloy. Alloys represent a large class of construction material with superior properties. An alloy of gold and copper is used for making ornaments. The components of some alloy are given below. രണ്ട് മെറ്റൽസിൻ്റെ മിക്സ്ചറാണ് അലോയ്. ബ്രാസ്, കോപ്പർ, സിങ്ക്. ബ്രോൺസ്, കോപ്പർ, tin. നൈക്രോം, നിക്കൽ, ക്രോമിയം, അയൺ. ആൽനിക്കോ, iron, aluminum, nickel, cobalt. Small amount of non-metal like carbon, silicon, etc. are also added to certain alloys. Example: stainless steel.